വെൽക്കം ടു മൈ ചാനൽ. ആലുവേരയുടെ പിയേഴ്സ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആലുവേരയുടെ ജെല്ല്, പിയേഴ്സ് സോപ്പ് മുറിച്ച് വെച്ചിരിക്കുന്നു, സോപ്പ് ബേസ്, ഒരു ചട്ടി വെച്ചു, അതിനകത്തേക്ക് ഒരു വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞ് പാത്രം വെച്ച് പിയേഴ്സ് സോപ്പ് മുറിച്ച് വെച്ചത് ഞാൻ അതിനകത്തേക്ക് ഇട്ടു. അത് സ്ലൈസായിട്ട് അരിയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലോഷനായി കിട്ടും. കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ എടുത്ത് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കതിനകത്തേക്ക് ഇടാനുള്ളത് സോപ്പ് വേസാണ്. ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച സോപ്പ് വേസാണ് ഇട്ടിരിക്കുന്നത്. നന്നായി ഉരുകി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പേളിയുടെ ഷാമ്പൂ ബേസ് അല്പം ഒഴിക്കുകയാണെങ്കിൽ നല്ല പത കിട്ടുന്നതായിരിക്കും. കട്ട കുത്താതിരിക്കാൻ നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഉരുകി വരുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത്ര ഈസിയാണെന്ന് എനിക്കറിഞ്ഞില്ല. ഞാനൊരു ദിവസം ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ സോപ്പ് അടിക്കുന്നതിനേക്കാളും ഈസിയാണെന്ന്. ഷാമ്പുവാണ് ഞാൻ ഒഴിച്ചത്. അടുത്തായിട്ട് ഞാൻ ആലുവേരയുടെ ജെല്ലാണ് ഒഴിച്ചത്. തലേദിവസം കൊണ്ടുവന്ന് ഞാനത് കറ പോകാൻ വെച്ച് പിന്നെ അതിൻ്റെ പുളയെല്ലാം നീക്കി അതിൻ്റെ ഉള്ളിലുള്ള ലോഷൻ എടുത്ത് മിക്സിയിൽ അടിച്ചിട്ടാണ് ഞാൻ അത് ഒഴിച്ചത്. ഇപ്പോൾ എല്ലാം ലോഷനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് അച്ചിലേക്ക് മാറ്റുകയാണ്. എല്ലാം അച്ചിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. നമ്മൾ ഈ അച്ചിൽ ഫുള്ള് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ പുരട്ടി പാത്രത്തിൽ അല്പം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലോ കപ്പുകളിലോ നമുക്ക് ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. അച്ചിൽ ഫസ്റ്റ് നമ്മൾ സ്വല്പം എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് എടുത്താൽ കിട്ടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുകയാണ് ബാക്കിയുള്ളത്. ഇത് നമ്മളിനി തണലത്ത് വെച്ചാണ് നമ്മൾ ഉണക്കേണ്ടത്. കാരണം വെയിലത്ത് വെക്കരുത്, ഉരുകി പോവും. അതുകൊണ്ട് നമുക്ക് തണലത്ത് വെക്കണം. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് സോപ്പായി കിട്ടുന്നതായിരിക്കും. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്ക് സോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇത് സോപ്പ് നമുക്ക് എത്ര ഈസി ആയിട്ടാണ് സോപ്പ് കിട്ടിയിരിക്കുന്നത്. ഒരു സോപ്പ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക്